ഹായ്. എക്സലൻസിൻ്റെ ആ ഒരു സീക്രറ്റ്സ് ഡീകോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൂടെ പരിശ്രമിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം പങ്കുവയ്ക്കാം. ഒരു IAS ഓഫീസറോട് ചോദിച്ചു, ഒരു യങ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ചോദിച്ചു, എനിക്കും IAS എഴുതണമെന്നുണ്ട്, എങ്ങനെ IASലെത്താം എന്നൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ IAS ഓഫീസർ, പ്രതിഭാശാലിയായ IAS ഓഫീസർ പറഞ്ഞു, എന്തിനാ IAS എഴുതുന്നത്? ഇഫ് യു ഹാവ് എ വൈ, ഹൗ ഓട്ടോമാറ്റിക്കലി ഇവോൾവ്സ്. എന്തിനാണ് IAS ഓഫീസർ ആകുന്നത് എന്നുള്ള ആ ഒരു ലക്ഷ്യം ഒന്ന് നിജപ്പെടുത്താമെന്നുണ്ടെങ്കിൽ എങ്ങനെ IAS ഓഫീസർ ആകണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യും. നമ്മുടെ ഈ ജീവിതയാത്രയിൽ എന്താണ് നമ്മുടെ ആ ഒരു വൈ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന് എക്സലൻസിലെത്തണം, എന്തിന് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തിന് അത് അച്ചീവ് ചെയ്യണം, ആ വൈ എന്നുള്ളത് നിർവചിക്കണം. എനിക്കും വേണം 1/2 ഏക്കർ എന്ന് പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ മറ്റീരിയലായിട്ടുള്ള ലക്ഷ്യങ്ങളാണോ, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, എൻ്റെ വീട്, ഇതാണോ നമ്മുടെ ലോകം? അതോ കുറച്ചുകൂടെ വിശാലമായ ഒരു ലോകമാണോ? എല്ലാവർക്കും ഒരു കുട പിടിക്കാൻ, എല്ലാവർക്കും ഒരു പുതപ്പ് കൊടുക്കാനുള്ള സ്വപ്നമുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് മാർ തേപ്ലസ് കോളേജിൻ്റെ മുൻ പേട്രണൊക്കെ ആയിരുന്ന സിറിൽ മാർ ബെസേലിയോസ് പിതാവ് പങ്കുവെച്ചത്. ഹൃദയം വിശാലമാകുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. വിശാലമാകണം ഹൃദയം. നമ്മുടെ ഈ ഹൃദയത്തിനകത്ത് എല്ലാ ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും ഒക്കെ ഉള്ളവരെയൊക്കെ നമ്മുടെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട്, വ്യത്യാസങ്ങളുള്ള ആളുകളെ പോലും നമ്മുടെ കുടക്കീഴിലോട്ട് അണച്ചു പിടിക്കാനായിട്ട്, എല്ലാവരുടെയും ആ ഒരു പൾസ് മനസ്സിലാക്കാൻ, വ്യത്യാസങ്ങളെ വൈരുദ്ധ്യങ്ങളായിട്ട് കാണാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വൈ ഉണ്ടെങ്കിൽ ഹൗ ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യും. ഒരു പേട്രിയോട്ടിക് സോങ് ഓർത്തു പോവുകയാണ്. കാശ്മീരിൽ മഞ്ഞ് വീഴുമ്പോൾ കന്യാകുമാരിയുടെ നെഞ്ച് പിടയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആക്രമണങ്ങളും വേദനകളും മരണങ്ങളും വിമാനം പൊട്ടിത്തെറിക്കുന്ന ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെയും കൂടെ നെഞ്ച് പിടയ്ക്കുമ്പോഴാണ് നമ്മളൊരു വിശ്വമാനവനായിട്ട് മാറുന്നത്. ലോകപ്രശസ്ത സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിനെ വിശ്വമാനവൻ എന്ന് വിളിച്ചു. എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വൈ നമുക്കുണ്ടെങ്കിൽ ഹൗ ഓട്ടോമാറ്റിക്കലി ഇവോൾവ്സ്. വളരെ മനോഹരമായ ഒരു സമയങ്ങൾ ആശംസിക്കുന്നു. കുഞ്ഞു ചിന്തകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നല്ല സമയങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.